ഹായ്. നമ്മുടെ ഈ ജീവിതത്തിൽ എല്ലാം ഓരോ ചാപ്റ്റേഴ്സാണ്. ആരും അല്ലെങ്കിൽ ഒന്നും കോൺസ്റ്റൻ്റ് അല്ല. നമ്മുടെ ലൈഫിൽ എല്ലാ സമയത്തും നമ്മൾ ആരെങ്കിലും കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും സെയിം കാര്യം തന്നെ നടക്കും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. എന്തൊരു കാര്യം വരും, അത് കഴിഞ്ഞ് അത് പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ജീവിക്കും, വീണ്ടും മറ്റെന്തെങ്കിലും വരും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരും. അതേപോലെ തന്നെ റിപ്പീറ്റായിട്ട് വരും. കാരണം ഒരു കാലത്തും ഒരാളുകളും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നമ്മുടെ കൂടെ കംപ്ലീറ്റായിട്ട് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ പല ആൾക്കാർ ബ്രേക്കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അവൻ മരണം, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ആളുകളുടെ കാര്യത്തിൽ ഇല്ലാതാവാം. പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി എന്തെങ്കിലും നമുക്ക് പറ്റാത്തതോ അല്ലെങ്കിൽ ആ സാഹചര്യം നമ്മളുടെ അടുത്ത് ഒത്തുപോകാത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് നഷ്ടപ്പെടാം. പക്ഷെ നമ്മൾ ആ ഒരു കാര്യം നഷ്ടപ്പെട്ടതിനെക്കാട്ടിലും ബെറ്ററായിട്ടായിരിക്കും നമുക്ക് കിട്ടുക എന്ന് വിശ്വസിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് വിഷമം കുറവായിരിക്കും. കുറച്ച് പ്രതീക്ഷ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഓക്കെ, എനിക്കിത് പോയാലും അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളതായിരിക്കും എനിക്ക് വരിക എന്നുള്ള ആ ഒരു കോൺഫിഡൻസോടെ നമ്മൾ ലൈഫിൽ മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നല്ലതായിട്ട് നടക്കും. കാരണം നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബാഡ് വന്നാലും ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ, ഇതിനെക്കാട്ടും വലുതെന്തോ വരാനിരുന്നത് ഇങ്ങനെ വന്നിട്ട് പോയി, അങ്ങനെ കരുതിയിട്ട് നമ്മൾ തള്ളിക്കളയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എന്തൊരു കാര്യം നമ്മളുടെ എന്ന് കരുതിയിട്ട് കൂടെ ഉണ്ടായിരുന്ന എന്തും നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് വിഷമമുണ്ടാവും. പക്ഷെ ആ ഒരു വിഷമത്തിൽ തന്നെ എല്ലാ ടൈമും നിൽക്കാതെ നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, ഇനിയും കുറേ നടക്കാനുണ്ട് എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ നമ്മൾ ലൈഫിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരിക്കും. എല്ലാം ഓരോ ചാപ്റ്റേഴ്സാണ്. ചാപ്റ്റേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ലൈഫിൽ നമുക്ക് പ്രായമാവുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ ചാപ്റ്റേഴ്സ് വരും, പുതിയ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിലും സ്റ്റിക്ക് ഓൺ ആവാതിരിക്കുക. നമുക്ക് കംഫർട്ടായിട്ടുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്ത് വന്ന് ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് അത്രയേ ഉള്ളൂ. ബായ്.